വിഴിഞ്ഞം ഉത്സവലഹരിയിലാണ്. അന്താരാഷ്ട്ര തുറമുഖത്തെത്തുന്ന ആദ്യ കപ്പലായ സാൻ ഫെർണാണ്ടോയിൽ ഉള്ളത് മലയാളി ഉൾപ്പെടെ 5 ഇന്ത്യക്കാർ. 22 പേരാണ് കപ്പലിലുള്ളത്. പ്രജീഷ് ഗോവിന്ദരാജാണ് കപ്പലിലുള്ള മലയാളി എന്നാണ് സൂചന. മറ്റ് 4 പേർ ഉത്തരേന്ത്യക്കാരാണ്. തുറമുഖത്ത് നിന്ന് രാവിലെ 7:30 ഓഷ്യൻ പ്രസ്റ്റീജ് ടഗിൽ പൈലറ്റ് തുഷാർ കനിത്കർ കപ്പലിനടുത്തെത്തി. തുടർന്ന് റഷ്യൻ സ്വദേശിയായ ക്യാപ്റ്റൻ വോൾഡിമർ ബോണ്ട് ആരങ്കോയിൽ നിന്ന് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഈ സമയം തുറമുഖത്ത് തുടരുന്ന 3 ടഗുകൾ അനുഗമിച്ചു. പൈലറ്റും സഹ പൈലറ്റ് ക്യാപ്റ്റൻ സിബി ജോർജും ചേർന്ന് ആദ്യ കപ്പലിനെ വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടെ രാവിലെ 10-നാണ് ബർത്തിലടുപ്പിക്കുക. തുടർന്ന് മ്യൂറിംഗ് നടക്കും. മന്ത്രിമാരായ വി എൻ വാസവൻ, സജി ചെറിയാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ കണ്ടെയ്നർ അൺലോഡിംഗ് നടത്തി ട്രയൽ റണ്ണും നടത്തും. 12-ന് രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരണം നൽകും. മന്ത്രി വാസവന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാവും. മന്ത്രിമാരായ കെ രാജൻ, കെ എൻ ബാലഗോപാൽ, വി ശിവൻകുട്ടി, സജി ചെറിയാൻ, GR അനിൽ, ഡോക്ടർ ശശി തരൂർ MP, എം വിൻസെന്റ് MLA, മേയർ ആര്യ രാജേന്ദ്രൻ, അദാനി പോർട്ട് CEO കരൺ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും. സ്വീകരണ ചടങ്ങിന് കമ്മീഷണർ G സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ 1500 പോലീസുകാരെ നിയമിക്കും. കോസ്റ്റൽ പോലീസ് AIG പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ 12 ബോട്ടുകളിൽ 64 പോലീസുകാരും കോസ്റ്റൽ വാർഡർമാരും കടലിലും നിരീക്ഷണം നടത്തും. കടലിൽ നിശ്ചിത സ്ഥാനങ്ങളിൽ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഇന്നലെ രാവിലെ 6 മണി മുതൽ കോസ്റ്റൽ പോലീസ് കടലിൽ നിരീക്ഷണത്തിലാണ്. തുറമുഖ കമ്പനിയുടെ 150 സെക്യൂരിറ്റി ജീവനക്കാരും 8 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ജീവനക്കാരും തീരത്തുണ്ടാകും. ചടങ്ങിനുള്ള പന്തലിൽ 7000 പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തുറമുഖത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ സംഘങ്ങളുണ്ടാവും. വിഴിഞ്ഞത്തെത്തുന്ന കപ്പലിനായി ആഴിമല ക്ഷേത്രത്തിൽ പ്രത്യേക ആരതി ഒഴിയും, ചെണ്ടമേളം, കരിമരുന്ന് പ്രയോഗം എന്നിവയുമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കുമെന്ന് അറിയുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായതിലെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലി നിയമസഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ തർക്കം തുടരുമ്പോൾ തുറമുഖത്തിന്റെ ഓരോ ചുവടുവെപ്പിലും ഉമ്മൻചാണ്ടിയെ ഓർക്കാതെ മുന്നോട്ട് പോകാൻ ആർക്കും ആകില്ല എന്നാണ് എം വിൻസെന്റ് പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് മന്ത്രി സജി ചെറിയാനോട് കഴിഞ്ഞ ദിവസം ഉപചോദ്യം ഉന്നയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. LDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ ചിലർ പാരവയ്ക്കാനും വേലവയ്ക്കാനും നോക്കി എന്നായിരുന്നു കടകംപള്ളിയുടെ പരാമർശം. പദ്ധതിയുടെ എല്ലാ ഘട്ടത്തിലും LDF സർക്കാരുമായി UDF സഹകരിച്ചിട്ടുണ്ടെന്ന് വിൻസെന്റ് കടകംപള്ളിക്ക് മറുപടി നൽകി. കടകംപള്ളി പറഞ്ഞത് കുറ്റബോധം കൊണ്ടാണ്. ഞങ്ങളുടെ കുഞ്ഞായതിനാൽ ഞങ്ങൾ ഇനിയും സഹകരിക്കും. എന്നാൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും 6 സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കുന്ന ട്രയൽ റൺ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നതിൽ പ്രതിഷേധമുണ്ട് എന്നും വിൻസെന്റ് പറഞ്ഞു. ആരുടെ കുഞ്ഞായാലും ആരുടെ നേതൃത്വത്തിൽ വന്നാലും കേരളം മാത്രമല്ല രാജ്യവും ഒക്കെ ഒരു പുരോഗതിയുടെ പാതയിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് ഇപ്പോൾ ഉത്സവ ഛായ തന്നെയാണ്. ഇതിനിടയ്ക്ക് ദിവ്യ SIR പറഞ്ഞതുപോലെ പ്രമുഖമായ പല നഗരങ്ങളും ഒരു തുറമുഖത്തിന്റെ ബലത്തിലാണ് പലപ്പോഴും വികസന പാതയിലേക്ക് പോയിട്ടുള്ളത്. നമുക്കറിയാം സിംഗപ്പൂർ, ദുബായ്, അതുപോലുള്ള ഒട്ടനവധി നഗരങ്ങൾ, വികസിതമായ നഗരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവിടെയെല്ലാം ഒരു പോർട്ടിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു സാന്നിധ്യത്തോടു കൂടി കേരളം, അതുപോലെ ഒപ്പം തിരുവനന്തപുരം ഒക്കെ സ്വപ്ന സദൃശമായ നഗരമായി മാറും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഈ പോർട്ട് വരുന്നതിലൂടെ നമുക്കെല്ലാവർക്കും, ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും, ഒപ്പം രാജ്യത്തിന് ഒന്നടങ്കമുള്ളത്. ശരിക്കും രാജ്യത്തിന്റെ വികസനത്തിന് തന്നെ ഏറ്റവും ഒരു ഭാഗമായി മാറുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. എന്തായാലും ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ ജനങ്ങളെല്ലാം, തിരുവനന്തപുരത്തെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുന്ന ഒരു സംഗതി തന്നെയാണ് വിഴിഞ്ഞം പോർട്ട്. അതിനി ഇടങ്കോലുകളൊന്നും ഇടാതെ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ഒപ്പം ആ വികസനം രാജ്യത്തിനും ഒപ്പം സ്വന്തം നാടിനു വേണ്ടിയാണ് എന്നുള്ള ചിന്തയാണ് ഓരോ നേതാക്കന്മാർക്കും വേണ്ടത്. ആ ഒരു ചിന്ത, നല്ലൊരു ചിന്ത നമ്മുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലും പ്രാർത്ഥനയിലും നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.